പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഈ ഒരു പാഠഭാഗത്ത് ആദ്യം തന്നെ ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ച ഒരു ഭാഗമാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം തകരാനുണ്ടായ പ്രധാന കാരണങ്ങൾ. അഥവാ CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടെയാണ് ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടത്. അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടെയാണ് ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും വലിയ ശക്തിയായി മാറാൻ തുടങ്ങിയത്. അത് മുതൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും പിന്നീട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറാൻ തുടങ്ങി. മാത്രമല്ല, ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രഭാവത്തിലെത്തിയത്, ഏറ്റവും വലിയ ശക്തിയായത്, അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് സുലൈമാൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ആരാണ് സുലൈമാൻ? സുലൈമാനെ ചരിത്രത്തിൽ വിളിക്കുന്നത് അൽ ഖാനൂനി അഥവാ നിയമദാതാവ് എന്ന പേരിലായിരുന്നു സുലൈമാൻ അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു നിയമസംഹിത ഉണ്ടാക്കി എന്നതുകൊണ്ടാണ് സുലൈമാനെ അൽ ഖാനൂനി നിയമദാതാവ് എന്ന പേരിൽ വിളിക്കാനുണ്ടായ കാരണം. ഈ ഒരു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണമായിരുന്നു നടന്നിരുന്നത്. മാത്രമല്ല, ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ഏഷ്യയുടെ യുദ്ധവീര്യം യൂറോപ്യന്മാർ അറിഞ്ഞത് ഓട്ടോമൻ ചക്രവർത്തിമാരിലൂടെ അല്ലെങ്കിൽ ഓട്ടോമൻ ഭരണാധികാരികളിലൂടെയാണ്. യൂറോപ്യർക്ക് ഏഷ്യയിലെ ഈ വൻശക്തികളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓട്ടോമൻ സാമ്രാജ്യം തകർന്നടിയുകയാണ് ഉണ്ടായത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മംഗോളിയൻ സാമ്രാജ്യമാണ്. മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മധ്യേഷ്യയിലെ റഷ്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് മംഗോളിയ. വളരെ വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ്. വേനൽക്കാലത്ത് കനത്ത ചൂടും വർഷക്കാലത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്ത് തണുപ്പുള്ള കാലത്ത് ശക്തമായ തണുപ്പുമുള്ള പ്രദേശമായിരുന്നു മംഗോളിയ എന്ന് പറയുന്നത്. മംഗോളിയൻ ചരിത്രം ഞാൻ പഠിക്കുമ്പോൾ മംഗോളിയക്കാരെക്കുറിച്ച് ഞാൻ അറിയണം. മംഗോളിയക്കാർ നാടോടികളായിരുന്നു. മാത്രമല്ല, ഒരു കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് കുടിയേറിയിരുന്ന, ഓരോ പ്രദേശത്തും ഭക്ഷണത്തിന് വേണ്ടി പോയിരുന്ന അവർ അവിടെ കൂടാരങ്ങൾ കെട്ടി അവിടെ താമസിക്കുകയായിരുന്നു. ഒരുപാട് കുതിരകളിലും കാൽനടയുമായിട്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്കും യാത്ര ചെയ്തിരുന്ന നാടോടികളായ ഗോത്രവർഗക്കാരായിരുന്നു മംഗോളിയക്കാർ. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് ഗോത്രവർഗക്കാരെ ഒന്നിപ്പിച്ച് വലിയൊരു സൈന്യമുണ്ടാക്കി ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു വലിയൊരു സാമ്രാജ്യമാക്കി, ആ സാമ്രാജ്യത്തിലെ സൈനികരാക്കി അവരെ മാറ്റിയത് ചെങ്കിസ് ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. നമുക്കറിയാവുന്ന പോലെ മംഗോളിയയിലെ ധാരാളം ഗോത്രവർഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് നന്നായിട്ട് പരിശീലനം നൽകി അവരെ മുഴുവൻ സൈനികരാക്കി മാറ്റി ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമാക്കി ഈ മംഗോളിയൻ സാമ്രാജ്യത്തെ മാറ്റിയ വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ. അതുകൊണ്ട് തന്നെ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ സ്ഥാപകൻ എന്ന പേരിലാണ് ചെങ്കിസ് ഖാൻ അറിയപ്പെടുന്നത്. ചെങ്കിസ് ഖാൻ്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുറച്ച് പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെയും പ്രത്യേകതകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ശക്തമായ ഒരു കുതിരപ്പടയുണ്ടായിരുന്നു. മാത്രമല്ല,
കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ ആ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണമായിരുന്നു. മാത്രമല്ല വളരെ സുസംഘടിതമായ ഒരു ചാരസംഘവും ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ വിദൂര ഭാഗങ്ങളിലേക്കൊക്കെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാനും മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള ഒരു തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. അഥവാ വലിയൊരു സാമ്രാജ്യമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന രാജാവിന് അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് രാജാവിന് എന്തെങ്കിലും ഒരു ഭരണാധികാരിക്ക് എന്തെങ്കിലും ഒരു സന്ദേശം വിദൂരദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുതിരകളെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തപാൽ സമ്പ്രദായം ഇവർ നടപ്പിലാക്കിയിരുന്നു. ഈ തപാൽ സമ്പ്രദായത്തിൻ്റെ പേരാണ് കൊറിയർ. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെയേറെ വേഗതയുള്ളതും വളരെയധികം കാര്യക്ഷമവുമായിരുന്നു ഈ ചെങ്കിസ് ഖാൻ്റെ ഈ ഒരു കൊറിയർ സമ്പ്രദായം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യം ഉണ്ടാവാറുണ്ട്, ചെങ്കിസ് ഖാൻ്റെ തപാൽ സമ്പ്രദായത്തിൻ്റെ പേരെന്ത്, അതിൻ്റെ സവിശേഷതകൾ എന്ത്? അപ്പോൾ തപാൽ സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ്? കൊറിയർ എന്നാണ്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, വളരെയേറെ വേഗതയുള്ളതും രണ്ടാമത്തേത് വളരെ കാര്യക്ഷമവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊറിയർ സമ്പ്രദായം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാലി സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചില അറിവുകളുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.